ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മളൊരു ഡയലോഗ് അഭിനയിക്കാൻ പോവാണ് കേട്ടോ. എന്താണ് അഭിനയം? സൗദ മോളെവിടെ പോയിരുന്നു? സിനിമക്ക് ആരോട് ചോദിച്ചിട്ടാണ് സിനിമക്ക് പോയത്? എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. എൻ്റെ മോൾ എവിടെ പോയിരുന്നു? സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ വരാതെ എവിടെ പോയിരുന്നു? സൗദ നീ പാറ സൗദ, സൗദ പാറ സൗദ. അപ്പ ഉമ്മച്ചി ഉമ്മച്ചിനെ തല്ലല്ലേ ഉപ്പച്ചി, ഞാനാണ് പോയിട്ടുള്ളത്. എന്നെ തല്ല ഉപ്പച്ചി, എൻ്റെ കയ്യിൽ ഉമ്മാനത്തല്ല പോങ്ങല്ലേ, ഉമ്മാനത്തല്ല പോങ്ങല്ലേ. എന്നെ തല്ല ഞാനാണ് പോയിട്ടുള്ളത്. എൻ്റെ ഉമ്മച്ചിനെ തല്ലാൻ ഞാൻ സമ്മതിക്കില്ല ഉപ്പച്ചി. എൻ്റെ ഡയലോഗ് എങ്ങനെയുണ്ട്? സൂപ്പർ ഡയലോഗൊക്കെ ഉണ്ട്. അതിന് വല്യമ്മനവിടെ സൗദാക്കി വെച്ചിട്ടുണ്ട്, സൗദ വല്യമ്മ. പിന്നെ ഞാൻ കുട്ടിയുടെ വേഷത്തിലും പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു ഡയലോഗാണ് നമ്മൾ കൂട്ടിക്കെട്ടിട്ട്. അപ്പോൾ സൗദാക്ക് മോളെ മുഖത്തൊരടി കിട്ടും. അപ്പോൾ മകള് ചെന്ന് പിടിക്കും. അതാണ് ഈ ഡയലോഗിൻ്റെ ഒന്നാമത്തെ കാര്യം. കൽബ് പറഞ്ഞാൽ എന്താ? കൽബ് എന്നാൽ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? അപ്പം കൽബി എന്ന സിനിമത്തെ ഡയലോഗാണ് നിങ്ങൾ കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ പൊന്നുമക്കളെ. അപ്പം നമുക്കൊരു പാട്ടൊക്കെ പാടിയിട്ട് അവസാനിപ്പിക്കാം. നാളെ വിഷുവല്ലേ. സെലു കിച്ചൺ വളപുരത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംശകൾ നേരുന്നു. ഓക്കെ, നമ്മൾ പാട്ടിടാം. തൊട്ടിലൂറങ്ങുമ്പോൾ തെല്ലുമേ നോവാതെ നിന്നെ ആട്ടിയേ, കണ്ണാലെ ചുംബി ചോദിയേ, ഉള്ളാലെ നീന്നാദിയേ, നിന്നാലെ ഞാൻ പിരിഞ്ഞതും പിന്നാലെ നീ തിരിഞ്ഞതും, ഉമ്മാൻ്റെ പൊന്നു തുമ്പിയേ, ഉന്നാരെ പൊന്നു പീവിയേ, തൊട്ടിയിലുറങ്ങുമ്പോൾ തെല്ലുമേ നോവാതെ നിന്നെ ആട്ടിയേ, കണ്ണാലെ ചുംബി ചോദിയേ, ഉള്ളാലെ നീരി നാദിയേ. കൊക്കേരെ കൊക്കേരെ കോഴിക്കുഞ്ഞേ, ചക്കേരെ മാവീരെ തത്തപ്പെണ്ണേ, ഒച്ച വയ്ക്കല്ലേ ഒച്ച വയ്ക്കല്ലേ, കുഞ്ഞില ബീവിക്ക് കാത് കുത്താം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൊക്കേരെ കൊക്കേരെ കോഴിക്കുഞ്ഞേ, ചക്കേരെ മാവീരെ തത്തപ്പെണ്ണേ, ഒച്ച വയ്ക്കല്ലേ ഒച്ച വയ്ക്കല്ലേ, കുഞ്ഞീലം ബീവിക്ക് കാത് കുത്താം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദേ റസൂലുള്ളാഹ്. അപ്പം എങ്ങനെ മക്കളെ, ഉഷാറല്ലേ? അപ്പം അഭിനയിക്കാൻ ആളില്ലാതെ വാസ്തവം പറയണത്. ഒരു കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു ക്ലാസ് എടുക്കണ ഒരു ക്ലാസ് എടുക്കണ ഒരു വീഡിയോ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഒരു കുട്ടീനെ പഠിപ്പിക്കണതായിട്ടുള്ളത് എനിക്ക് ചെറുപ്പത്തിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഞാനിങ്ങനെ പറയുമായിരുന്നു, എനിക്ക് ടീച്ചറാവണം, ഞാൻ പഠിച്ച് വലിയതായ ടീച്ചറാവണം. എപ്പോഴും പാടത്ത് കൂടെ ഒരു ഓട്ടാണ്.
പഠിക്കാൻ പോകും ഭാഷന്മാരെ കണ്ട പേടി, പടി കണ്ടാൽ പേടി. പിന്നെ സ്കൂളിൽ പോകാൻ മടിയായിരുന്നു, ഭയങ്കരമായിട്ട് ശാഠ്യം പിടിക്കായിരുന്നു കേട്ടോ. ആരാപ്പം അത്? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സത്യത്തിൽ പറഞ്ഞാൽ നമ്മളെ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് ഇപ്പോൾ. തത്തക്കൂട്ടിൽ ആദ്യത്തെ പഴയ സെലുവാണ് ഇപ്പോൾ മാറിയിരിക്കണത്. ഇതുവരെ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം ആരും ഇല്ലാതായി പോയൊരവസ്ഥയിൽ തത്തക്കൂട്ടിലിരിക്കുന്നൊരു സെലൂനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ കൂടെയുള്ള ആളിപ്പോൾ ഉണ്ടായാലും നിങ്ങൾക്ക് കുറ്റമായിരുന്നു, അവൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു. എല്ലാത്തിനും എന്തൊരു ടെൻഷൻ വന്നാലും അത് ചെയ്യ്, ഇത് ചെയ്യ്, നല്ല പോലെ ചെയ്ത് ഒക്കെ പറഞ്ഞുതരാൻ ഒരാളുണ്ടായിരുന്നു. അതാരായിരുന്നു നിങ്ങൾക്കറിയില്ലേ? ആളെ പേരും അറിയാം, ആ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. എല്ലാത്തിനും കൂടെ, ഒരു സങ്കടം വന്നാലും ദുഃഖം വന്നാലും കൂടെ ഒരു മെഡിസിനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ മരണം വരെ അയാളെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനുണ്ടാവും ഒരു നിഴലായിട്ട്. ആ വ്യക്തിനെ അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എൻ്റെ പ്രേക്ഷകർക്ക് പലവർക്കും പേര് പറയണത് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം ഞാൻ ഇല്ലാണ്ടായി പോകും പോലെ എനിക്ക് തോന്നുവാണ്. എല്ലാ അനുഗ്രഹവും എല്ലാതുകൊണ്ടും ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല സത്യം പറഞ്ഞാൽ. യൂട്യൂബിൻ്റെ ആയിട്ടും എല്ലാ കാര്യമായിട്ടും ആളിൽ ചെയ്യലൊക്കെ ആയിട്ട്. പക്ഷേ എല്ലാവർക്കും അതിനെ വല്ലാതെ വേദനിപ്പിച്ചു കമൻറ്റിലൂടെ തന്നെ. പക്ഷെ പോരാത്തത് സെലുവും വേദനിപ്പിച്ചു. ഒക്കെപ്പാടെ വേദനിച്ച്. പക്ഷേ അതിപ്പോൾ എൻ്റെ നമ്പറും ബ്ലോക്കാക്കി. എൻ്റെ മനസ്സിൽ നമ്പറല്ലേ ബ്ലോക്കാക്കാൻ പറ്റുള്ളൂ, മനസ്സിലുള്ള സ്നേഹം ആർക്കും ബ്ലോക്കാക്കാൻ കഴിയില്ല. അത് ദേഷ്യം കൊണ്ടായിരിക്കും, സഹതാപമുണ്ടതിൽ, ദുഃഖം ഉണ്ടാവും. എന്നാലും എന്നെക്കുറിച്ച് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ സജീനയുടെ അതിൽ ഞാനും ഫിറോസിക്ക് ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതിൽ കമൻ്റ് ഇട്ടിക്കാണ്, സെലുത്ത ആഗ്രഹിച്ച പോലെ ഫിറോസ് ഖാനോട് സംസാരിക്കാൻ കഴിഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തി. ആ വ്യക്തിയുടെ ഒരു അനുഗ്രഹമായിരുന്നു എൻ്റെ ഈ ഈ ഈ 2 മാസത്തിൻ്റെ 3 മാസത്തിൻ്റെ ഇടയിൽ സന്തോഷം, നിങ്ങളെൻ്റെ മുഖത്ത് എനർജിയും കണ്ടത്. ഇപ്പോൾ മനസ്സ് മാറുമോ വരുമോ എൻ്റെ മനസ്സ് പറയുന്നു. മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഴലായിട്ടുണ്ടാവും. ഇപ്പോൾ വിളിക്കാറൊന്നുമില്ല. നിങ്ങൾ ആ കുറിച്ചിട്ട് ചോദിക്കുകയും ചെയ്യരുത്, എനിക്ക് സങ്കടമാവും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു. അസ്സലാമു.